കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇതേ ആ കത്തി എടുത്തിട്ട് ഇപ്പൊ ഞാനിങ്ങനെ ആക്കിയിട്ടില്ലേ, ഇതൊക്കെ ഇങ്ങനെ മുറിക്കുക. ഇതാ ഇങ്ങനെ മുറിക്കാട്ടാ. ആ മുറിച്ചിട്ട് വെക്ക്, എന്തെങ്കിലൊക്കെ പണിയെടുക്ക്. അയ്യോ, അപ്പോഴാണ് ഒരാളിനെ സഹായിക്കേണ്ടത്. വീട്ടിൽ ഒരാളിനെ തിരിഞ്ഞു നോക്കൂല. വെളിച്ചെണ്ണ ആകുമ്പോ എല്ലാരും വരും. ഇത് ഭയങ്കര കട്ടിയാ പുണി. കൈ മുറിക്കല്ലേട്ടാ. പിന്നെ അമ്പിളി വന്ന് എന്റെ മേലെ ചാടി കളിക്കും. അമ്പിളിക്കൊന്നും അറിയില്ല. അതാ വിളി വന്നു. നീ ഇവിടെ എന്തെടുത്തിരിക്കയാണ്? ഇത് എത്ര നേരോ ഞാൻ അവിടെ കിടന്ന് വിളിക്കണത്. ഞാനിത് ഇവിടെ ചെയ്യായിരുന്നു. എന്ത് ചെയ്യണ്? എന്താ പുണ്യേട്ടാ, അവർക്ക് ഒരുപാട് പണിയില്ല അവിടെ, വെറുതെ വിളിച്ചടങ്ങിയാക്കുന്നത്. അപ്പുണ്ണിയല്ല, നീ മിണ്ടരുത്. നീ അല്ല, അവക്ക് ഇപ്പോഴൊരു പണി ചെയ്താൽ എന്താ കുഴപ്പം? ഇവിടെ എന്ത് പണിയാണ് ഇപ്പൊ ഇത്? പിന്നെ ഞാൻ എടുക്കുന്ന പണി എന്താണെന്ന് വിചാരിച്ചാ നീ? ഇത് ഇതിന്റെ വാതക്ക് വന്നിരുന്നാണോ ചെയ്യണേ ഈ പണിയൊക്കെ? അപ്പുറത്ത് നിന്ന് ചെയ്തൂടെ? ഇത് ഈ കൊപ്പര ആട്ടിയിട്ട് വെളിച്ചെണ്ണ ആക്കിയിട്ട് ഇവിടെ കൊണ്ടുപോയി എല്ലാവരും ഉപകരിക്കണ്ടല്ലോ. വെളിച്ചെണ്ണ ഇപ്പൊ എവിടെ തേക്കാനാണ് അത്യാവശ്യം? നീ തല തേക്കാറില്ലേ? ഇവിടെ മീൻ പൊരിക്കണ പച്ചവെള്ളം കൊണ്ടാ വെളിച്ചെണ്ണ ഉണ്ടല്ലേ? തലേ തേക്കാനുണ്ട്. എന്നെ കൊണ്ടൊന്ന് പറയാ, എല്ലായിടത്തും ഞാൻ കാട്ടിക്കളയും. ആ കാട്ടിക്കളയാണ്. നിന്നോട് ആ ഷർട്ടും മുണ്ടും തേച്ചിടാൻ പറഞ്ഞിട്ട് തേച്ചിട്ടാ നീ? ഞാൻ ഇപ്പൊ വരാം. ഇപ്പൊ വരാന്ന് പറഞ്ഞാൽ അത്യാവശ്യമുള്ള കാര്യമല്ല. ഇവിടെ വന്നിരുന്ന് കളിക്കാണോ നീ? എന്തിനാ അവളെ ഷർട്ടും പാൻറ് തേക്കാനാണ് അവളെ വിളിക്കണത്? ഈ പണി ഇത്രയും കാലം നീയല്ലേ എടുത്തവിടെ? ആ ഇപ്പൊ ഇനി അവളാ തേക്കണ്ട, അതിനല്ലേ ഞാൻ കെട്ടിയത്. ഓ, അതിനാണ് അവളെ കെട്ടിയത്. ആഹാ, എന്നാ തന്നെ പോയത് തേച്ചോ. എന്തോട് അപ്പനോട് വേണം? എന്റെ അച്ഛൻ, ഞാൻ ഈ കൊപ്പറ ശരിയായിക്കൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് അമ്പിളി വന്നിട്ട് മെക്കെട്ട് കയറുന്നു. ഞാനൊരു സ്ഥലത്ത് പോകാൻ എന്റെ ഷർട്ട് മുണ്ടും തേക്കാൻ ഇവളോട് പറഞ്ഞാണ്. ആ എവളെ വിളിച്ചിട്ട് ഇവിടെ കളിച്ചിരി തമാശയും പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. ഒന്ന് ഏകാഗ്രമായിട്ട് വായിക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ നിങ്ങളെല്ലാം ഇവിടെ കിടന്ന് വേളം ഉണ്ടാക്കി അതൊന്ന് വായിച്ചു തീർക്കാൻ പറ്റുമോ? എന്തിനാ നിങ്ങളെല്ലാം ഇവിടെ കിടന്ന് വേളം ഉണ്ടാക്കുന്നത്? അല്ല, ഞാൻ ഈ പണിയുമ്പോ അവളെ ഒന്ന് സഹായിച്ചു. അതിനാണ് അമ്പിളി കിടന്ന് ചാടി കളിക്കണത്. ഈ ജാതി പണിയാണ് അച്ഛാ വാതിക്കിരുന്ന് ചെയ്യണത്. ഇനി ഈ പണിയൊക്കെ നീയാണോ ചെയ്യുന്നത്? എടാ, അവനല്ലേ കിടന്ന് കഷ്ടപ്പെടുന്നത് ഈ വീട്ടിനകത്ത്? ആ കൊച്ചോട് വന്നിരുന്ന് ഒന്ന് സഹായിക്കുന്നതിൽ തെറ്റ് വല്ലതും ഉണ്ടോ? അവനത് പഠിപ്പിക്കട്ടെ, അതുകൊണ്ട് എന്തെങ്കിലും ഒരു വേലയൊക്കെ ഒന്ന് പഠിക്കട്ടെ. അല്ല, അച്ഛൻ എന്തിനു ഇത്ര ഒച്ചെടുക്കണത്? അമ്മോനുണ്ട്. മജീദ് വരുന്നു അവിടെ. മോളെ പോയില്ലേ ഇന്ന്? ഇറങ്ങാൻ നിൽക്കായിരുന്നു. ഓ, മജീദ് കേറിയിരിക്കേ. ഒട്ടും സമയമില്ല. വരുന്ന വഴിക്ക് ഒരു സാധനം കണ്ടു. എന്നാ പിന്നെ മേടിച്ച് ഇവിടെ കൊണ്ട് തന്നിട്ട് അങ്ങ് പോവാന്ന് വിചാരിച്ചു. എന്തത്? യോക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാ. കുറച്ച് ബീഫാ. എന്നാ പിടിക്ക്. ബീഫ് എന്ന് പറഞ്ഞാണ്ടല്ലോ എവള് മരിക്കും. അത് ശരിയാണ്. എപ്പോഴും ബിരിയാണി വേണം ബിരിയാണി വേണോ എന്ന് പറഞ്ഞ് പറയും, ചോദിക്കാറുണ്ടല്ലേ? അതാണ് സ്വഭാവം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചായ കുടിച്ചിട്ട് പോവാ. സമയമില്ല. ചായ ആരെ മോളെ അപ്പുറത്ത് വന്ന്? വാപ്പയാ. ആണോ? ഇന്ന് എന്തായാലും കുടിക്കാൻ എടുക്ക്. എന്താ വേണ്ടേ? വാപ്പയ്ക്ക് ചായ ഇഷ്ടം. ആണോ? ഞാൻ ഉണ്ടാക്കിക്കോളാം. മോളുണ്ടാക്കോ? ഞാൻ ഇതൊന്ന് എടുത്തു വെച്ചോട്ടെ. ഇതെന്താ മോളെ? ബാപ്പ കൊണ്ടുവന്നതാ? എന്താ സാധനം? ഇത് ബീഫ്. ബീഫ് അമ്മേ. അയ്യോ, ബീഫാ? എന്തേ ഈ അടുക്കളയിലാ? എന്താ അമ്മ? എന്റെ ദൈവമേ, ഈ അടുക്കളയിലൊന്നും പറ്റില്ല. നല്ല ടേസ്റ്റ് അമ്മേ. അയ്യോ, വേണ്ട 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 വേണ്ട, ഇവിടെ അത് വേണ്ട. ഞാൻ ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കട്ടെ? ഫ്രിഡ്ജിൽ തീരെ വെക്കണ്ട. പുറത്തേക്ക് കൊണ്ടോ. ഇവിടെ പറ്റില്ല മോളെ, അത് ഇവിടെ പറ്റില്ല. നമ്മുടെ അടുക്കളയിൽ ഇന്നേ വരെ ബീഫ് ഉണ്ടാക്കിയിട്ടില്ല, ഇനിയും പറ്റില്ല. കൊണ്ടുപോ. ഇനി ആ പാത്രം ഇനി വേറെ ഒന്നിനും എടുക്കണ്ട. അങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടോ. ചെല്ലു മോളെ, ചെല്ല്. കൊണ്ടോ. ബീഫേ. എന്താ ഇത് കൈമണക്കണ? ശരിയാണല്ലോ, ഞാൻ എന്തിനാ കൈമണക്കണ? ശരിയാ. ഷാഹിൻ എന്ത് ചെയ്യാ? അവള് പുറത്തേക്ക്. പുറത്തേക്കാ? എന്താ വേണ്ട മോന്? അല്ല, അവളുടെ വാപ്പ വന്നിട്ടുണ്ട്. അവള് പറഞ്ഞു വാപ്പ വന്നിട്ടുണ്ട്. പ്ലസ് ചായ കൊടുക്കണ്ടേ? കൊടുക്കണല്ലോ. ഇതാ എടുക്കാണല്ലോ, ചായ എടുക്കണം അമ്മ. എടുക്ക. എന്താ ഇവിടെ? ഒന്നുമില്ലടാ. മണക്കണ എന്താ? വെണ്ടക്ക ചെയ്യണ്ടാ? ഇല്ല, വെണ്ടക്കൊന്നും ചെയ്തിട്ടില്ല. ഇല്ല, ഒന്നുമില്ല. പൊക്കോ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാ ചായ. ഇപ്പൊ എടുക്കാട്ടാ. വേണ്ട, ഞാൻ എടുക്കാം. ചെല്ലു. ഓ.
മേടിച്ചു. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഓ ആയിക്കോട്ടെ. ഊണ് കഴിച്ചിട്ട് പോവാം. അല്ല അത് വേറെ ദിവസം കുറച്ച് പരിപാടിയുണ്ട്. ശരി, അപ്പൊ ഇറങ്ങാം. ശരി മോളെ വിളി. ഓ. ഇറങ്ങാന്നേ. ആ. ശരി എന്നാ. ഇടയ്ക്ക് ഇറങ്ങണേ. ആ എന്തായാലും ഷായനയുടെ വാപ്പ വന്നത് നന്നായി. ബീഫ് ഇട്ടില്ലേ? അത് ശരിയാട്ടോ മോളെ. ആ ബീഫ് ഉണ്ടല്ലോ, നല്ല വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചക്കുരുമുളക് കൂട്ടി ഇങ്ങനെ ചതച്ച് നല്ല പോലെ ഇങ്ങനെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വരട്ടി കിട്ടിട്ടിക്കണം. ആ വേപ്പിലയുടെ മണ്ണൊക്കെ കൊണ്ട് വരുമ്പോ അതെ, എല്ലാം വരട്ടണ്ട, കുറച്ച് കറി വയ്ക്കുക. അപ്പൊ നമുക്ക് നല്ല പൊറോട്ടയും വാങ്ങിക്കാം. അത് നല്ല പൊറോട്ട അടിക്കാം. പൊറോട്ട കുറച്ച് പൊറോട്ടയും വാങ്ങിക്കാം. അത് നല്ലതാണ്. ആ പൊറോട്ട മേടിച്ചിട്ടേ ഇതിങ്ങനെ ഉരുട്ടി പിടിച്ചിട്ട് പച്ചക്ക് കടിച്ച് തിന്നു. ബീഫ് വെക്കാൻ സമ്മതിക്കൂല നമ്മ. അവിടെ കലി തുള്ളി നിക്കാണ്. അതൊക്കെ എടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. അവളോട് ചോദിച്ചു നോക്കിയേ. വെച്ച പാത്രം അടക്കം പുറത്താക്കി. അയ്യോ അതെന്ത് പരിപാടിയാ അത്? ഇവിടെ ബീഫ് വെക്കാൻ പറ്റില്ല നീ അടുക്കളയില്. അങ്ങനെയാണോ ചോദിക്കണല്ലോ. ചോദിച്ചാണ്. അമ്മേ, അമ്മേ എന്താണ്? ഒന്നിട്ട് വന്നേ. വരുവണ്ടിട്ട് അരച്ചു വെച്ച കുരുമുളക് അമ്മാവന്റെ കണ്ണീ തേക്കുന്ന തോന്നണം. വരട്ടെ. എന്താണ്ടാ അജിത് പോയാ? പോയി. അല്ല അമ്മ എന്ത് പണിയാ കാണിക്കണേ? എന്ത് പണി? എന്തിനാ ബീഫ് എടുത്ത് പുറത്ത് വെച്ചത്? ബീഫ് ഇവിടെ വെക്കാൻ പറ്റില്ല നമ്മുടെ അടുക്കളയില്. എന്റെ അമ്മ, അത് അമ്മ അജീത് കഥ വിളക്ക് കൊടുന്നു കൊടുത്തതല്ലേ. അതിന് ഞാൻ ആരോടെങ്കിലും കൂട്ടണ്ടെന്ന് പറഞ്ഞാ? അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, ബാക്കി എല്ലാവർക്കും ബീഫ് ഇഷ്ടല്ലേ, എല്ലാവർക്കും കൂട്ടി കഴിച്ചൂടത്. എടാ എല്ലാരും കൂടി വെക്കേ കൂട്ടി എന്താ ചെയ്തോ, പക്ഷെ എന്റെ അടുക്കളയിൽ പറ്റില്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറയട്ടെ, നീ ഇത് കഴിക്കണമെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? നീ കഴിക്കണ്ട, ഞങ്ങളെല്ലാവരും കഴിച്ചോളാന്ന്. ചേടാ ഇതേ ബലരാമേട്ടാ, ഞാൻ കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിൽ വന്നിട്ട് ഇതുവരെ ഒരൊറ്റ തവണ ഈ അടുക്കളയിൽ ബീഫ് വെച്ചിട്ടുണ്ടാ? പിന്നെ എന്ത് വർത്താനം നിങ്ങൾ ഈ പറയണത്? അല്ല പിന്നെ ഇത് എവിടെ ഇപ്പൊ ഇത് വെക്കത്? പുറത്ത് എവിടെയെങ്കിലും കൊണ്ട് അടുപ്പ് കൂട്ടി ഉണ്ടാക്കി എന്താ ചെയ്തോ? പറമ്പല്ല കിടക്കണ്. സീത പറഞ്ഞാലേ ശരി, അവള് പറയുന്നതൊക്കെ ചെയ്താൽ മതി, പുറത്തിട്ട് ചെയ്താൽ മതി. സീതായിന് ഇവിടെ തെറ്റ് പറയാറില്ലല്ലോ. അതെ. അതേത് എന്താണ് നിങ്ങൾ ചിരിച്ചത്? എന്റെ അമ്മ, എന്ത് മര്യാദയാണത്? ഞങ്ങൾ ഇത്രയും ആളുകൾക്ക് ബീഫ് കഴിക്കണം എന്നാണ്, അമ്മയ്ക്ക് കഴിക്കേണ്ടതാണ്. അപ്പൊ ഞങ്ങൾ അടുക്കളയിൽ നിൽക്കട്ടെ, അമ്മയ്ക്ക് പുറത്തു പോയ പോരെ? എന്റെ വായനൊന്നും കേൾക്കരുതിട്ടാനെന്താ? എന്റെ അടുക്കളയില് ബീഫ് വെക്കാൻ പറ്റില്ല. നിങ്ങൾ വേറെ എവിടെയാന്ന് വെച്ചാൽ കൊണ്ട് പുഴുങ്ങി തിന്നോ. ചേട്ടാ നമുക്ക് പുറത്തെടുപ്പുന്നുണ്ടാക്കേ. ഷായനന്റെ കൂടെ മതി. ഇത് ഒരു ജനാധിപത്യ രാജ്യാ. ഇവിടെ ഭൂരിപക്ഷത്തെ മാനിച്ച് വേണം കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിൽ. ഇനിയിപ്പോ പോട്ടെ, ഇനി വേണ്ട വെച്ചാ വേണ്ട. ഇറച്ചി പാകുമ്പോഴേ അച്ഛനെ ഒന്ന് വിളിച്ചേക്കണേ. എന്ത് എന്താണ് ഇറച്ചി പാകാകുമ്പോ അച്ഛനെ വിളിക്കാൻ. പിന്നെ ചെവിയിൽ പറഞ്ഞു. അല്ല അപ്പൊ അത് സീതാലക്ഷ്മി പറഞ്ഞ തെറ്റാവൂല? അപ്പ ഇടയ്ക്കിടയ്ക്കൊന്നും തെറ്റിക്കൊട്ടാ, സാരമില്ല. ഒരു വിലവില്ല, എന്നിട്ട് പേര് ബലരാമൻ. കുഞ്ചിയമ്മയ്ക്ക് 5 മക്കളാണേ, അഞ്ചാമൻ പഞ്ചാര കുഞ്ചുവാണേ. പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു, പഞ്ചാര കുഞ്ചുവെന്ന പേരു വന്നു. എടാ കുഞ്ചു, ഇനി മതിയടാ, അച്ഛൻ ഓഫീസിൽ പോകാൻ നേരം വൈകി. ഏട്ടാ, അമ്മ അവിടെ ഉണ്ടാ? കൊടുത്തേ. ദേവികേ, ഞാൻ ഇപ്പോഴേ നേരെ ഒരുപാട് വൈകി. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഓഫീസിൽ ചെന്നിട്ട് നിന്നെ വിളിക്കാം കേട്ടാ. എടി അതൊക്കെ പിന്നെ പറയാന്നേ, നേരം വൈകിയതല്ലേ. ഓക്കെ ശരി വെച്ചോ. ഭഗവതി ഈശ്വര, കുടുംബത്തിലുള്ളവറ്റക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കണേ, വഴി തെറ്റിക്കരുതേ ഈശ്വര. ഇതെന്താ ഭംഗിയാവാ? ഇതെന്താന്ന് പതിവില്ലാതൊരു പ്രാർത്ഥന?
ഒന്നുമില്ലടാ, മനസ്സിന് ഇങ്ങനെ ഓരോ പ്രയാസമൊക്കെ തോന്നുമ്പോഴേ ഒന്ന് പ്രാർത്ഥിക്കുമല്ലോ നമ്മള്. എന്താ അതിന് മാത്രം പ്രയാസം? പ്രയാസപ്പെടാനൊന്നും ഇല്ലല്ലോ. എങ്ങടാ, വർക്കിന് പോവല്ലേ? ഞാൻ എന്താ ഇറങ്ങി. അമ്മേ, ഞാൻ ഇറങ്ങുക. എന്നാ വേഗം ഇറങ്ങിക്കോ, മഴക്കാറുണ്ട്. മഴക്കാറുണ്ട്, വേഗം ഇറങ്ങിക്കോ. മൂവാറ്റുപുഴയിലത്തെ കാലാവസ്ഥ ഒന്നല്ല ഇപ്പൊ ഇവിടെ. മൂവാറ്റുപുഴയാ? അല്ലടാ, നീ ജോലി ചെയ്തിരുന്ന സ്ഥലം ഉണ്ടല്ലോ ആദ്യം, മൂവാറ്റുപുഴ സർവേ ഓഫീസറായിട്ട്, ഓർമ്മയില്ലേ? അതെ, അതിപ്പോ ഇവിടെ പറയാൻ കാരണം? അല്ല, അവിടുത്തെ കാലാവസ്ഥയെ കുറിച്ചൊക്കെ നീ പറയാറുണ്ടല്ലോ. അപ്പൊ ആ കാലാവസ്ഥ പോലല്ലേ ഇവിടെ. മഴക്കാരൊക്കെ കണ്ട പെട്ടെന്ന് മഴ പെയ്യുവേ. ഒന്ന് അനഞ്ഞിട്ട് പോണ്ട ഓഫീസിലേക്ക്, പോയിക്കോ. ശരി. ഹലോ. ഇല്ല സാറേ, വീട്ടിൽ നിന്ന് ഇറങ്ങിയുള്ളൂ. ഏതാ 20 ഓർഡറോ? അത് കാണും. എന്നാ ഓക്കെ സാർ, ഓക്കെ എടുത്തിട്ട് വരാം. 20 ഓർഡർ. ഇതിൻ്റെയൊക്കെ കള്ളത്തരം കണ്ടില്ലെങ്കിലേ പങ്കിയല്ല. ഇതാണ്ടോ? ഹലോ. എന്താ ഓഫീസിൽ പോയില്ലേ? എന്താണ് പരിപാടി? എന്താ പരിപാടിന്ന്? ഇതെന്തീ കാണിച്ചു വെച്ചിരിക്കണേ നിങ്ങളത്? എന്റെ പങ്കാമ ഇതൊക്കെ ഓഫീസിലെ ഫയലുകളും സാധനങ്ങളൊക്കെയാണ്. പിന്നെ എന്തിനത് വാരി വലിച്ച് പുറത്ത് കിട്ടിയിരിക്കുന്നത്? ഇല്ല, പുറത്തേക്ക് ഇട്ടിരിക്കല്ലോ. ഞാൻ ഇപ്പൊ അവിടെ വെച്ചത്. എങ്ങനെ ഇപ്പൊ അങ്ങോട്ട് വീണ്? ഞാൻ മറ്റേ ഇത് നിന്റെ ജാതകം നോക്കായിരുന്നു. എന്ത് ജാതകേ? എന്തൊരു ജാതകം? നിന്റെ ജാതകം ഒന്ന് തരിക. അതറാ നിന്റെ നല്ല ഒരു ബന്ധം. അപ്പോ അങ്ങനെ വന്നിട്ടുണ്ട് ഒരു കുട്ടിയെ. അത് ഗവൺമെന്റാ ഉദ്യോഗ. അപ്പൊ ഒന്ന് ആ നിലയ്ക്കുന്ന അതൊന്ന് നിന്നോട് പറഞ്ഞിട്ട് മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്കാന്ന് വിചാരിച്ചു. അപ്പൊ ജാതകം ചേരണല്ലോ, അതൊക്കെ റെഡി ആണെങ്കിലല്ലേ ഇപ്പൊ നിന്നോട് പറയണ്ടുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ നിന്നോട് പറയണ ഒരു കാര്യം ചെയ്യ്. ഇവിടെ വന്നേ. എന്തേ? അടുത്തേക്ക് വന്നേ. എന്തേ? ഈ വീട്ടിലുള്ള എല്ലാ ആളുകളുടെയും ജാതകം അമ്മയുടെ കയ്യിലാണ്, നിങ്ങൾക്ക് അറിയാലോ. നിന്റെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഈ വീട്ടിലുള്ള ആളല്ലേ? അല്ല, നിന്റെ സാധനങ്ങളൊക്കെ നീ സെപ്പറേറ്റ് മാറ്റി വെക്കാറുണ്ടല്ലോ. എന്താ എന്റെ പൊന്ന് പങ്കിയമ്മ, എനിക്ക് നിങ്ങളോട് നല്ല ബഹുമാനം ഉണ്ടായിരുന്നു. അതിപ്പോഴും ആയിക്കോട്ടെ, എന്തിനാ അതിന് മാറ്റാം? നിങ്ങൾ കക്കാൻ തുടങ്ങിയോ? എന്താ നീ പറഞ്ഞു? എന്താ നീ ഇപ്പൊ പറഞ്ഞേ? ഈ കണ്ട ഫയലുകളും സാധനങ്ങളും എല്ലാം വാരി വലിച്ച് പുറത്തിട്ടിരിക്കുകയാണ്. ജാതകം നോക്കുക അത്രേ. എടാ, നിന്റെ ഒരു കാര്യത്തിനൊരു കുട്ടി ഒരു ബന്ധം കിട്ടി, അതിനൊന്നും നോക്കാൻ പാടില്ലേ? ഇതൊക്കെ ഓഫീസിൽ ആവശ്യമുള്ള സാധനം. ആയിക്കോട്ടെ, ഉള്ള കാണിച്ചെടുത്ത് വെച്ചോ. നിന്റെ ഇതിനൊന്നും ഞാൻ വരുന്നില്ലാന്നേ. നിനക്ക് പെണ്ണും ആലോചിക്കണില്ല, കാര്യം കഴിഞ്ഞു. എനിക്ക് പെണ്ണ് ആലോചിക്കേണ്ട ആരും ഇല്ല, ആരും ആലോചിക്കണില്ല. നിന്റെ സാധനങ്ങളായി, നീയായി, നിന്റെ പാടായി, നീ എടുത്തു വെച്ചോ. അല്ല, പക്ഷെ ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു ദിവസം അത് പറഞ്ഞില്ലാന്ന് വേണ്ട, ഇത്രേ ഉള്ളൂ. പെണ്ണങ്ങോട്ട് ആലോചിക്കാന്ന് കേൾക്കുമ്പോഴേക്കും ഉണ്ടല്ലോ പട്ടാളത്തിൽ ചേർത്തണ മതി അവർക്ക്.
എന്തത്? എന്താ പോർക്കോ ഇവരുടെ കൂടെ തന്നെയാ? അതെ, ഞാൻ മോളിൽ പോയി കിടക്കുമ്പോഴേക്ക് വീട്ടിലേക്ക് അറിയും. അപ്പം ഇങ്ങോട്ട് പറഞ്ഞു എന്നെ കണ്ട കാര്യത്തിൽ നിൽക്കും. ഞാൻ പിന്നെ പോണ്ട പടത്തന്നെ കിടക്കാൻ വെച്ചു. നീ കട്ടിലും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ വെച്ചിട്ടാ. രാത്രി പൊറക്കൊന്നുമില്ലേ? ആ രാത്രിത്തെ ഉറക്കത്തിന്റെ കാര്യമൊന്നും പറയണ്ട. ഇന്നലെ ഞാൻ കിടന്നപ്പോഴേ 2 മണിയായപ്പം വാതിലൊരു മുട്ട്. പങ്കിമാവനാ. എന്തിനാന്ന് ചോദിച്ചപ്പോ പങ്കിമാവൻ മറന്നുപോയി. എന്റെ ഉറക്കം പോയി എന്ന് പറഞ്ഞാൽ മതിയല്ല. ആ ഉറക്കം ഇങ്ങനെ കിടക്കുക. അതപ്പോ ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോയേ. ഞാൻ അറിഞ്ഞു കല്യാണം മുടങ്ങിയത്. അതിന് എനിക്ക് യോഗമില്ല. തവണ പെണ്ണിന്റെ വീട്ടിലേക്ക് പോലും എത്തിയില്ലല്ലോ. അതിന് മുമ്പേ മുടങ്ങി. എന്താ പറഞ്ഞവര്? അതെ, അമ്പിളി ആ ഷാഹിനെ ചാടിച്ചുണ്ടെന്നില്ലേ, അത് അവരുടെ വീട്ടുകാരെ അറിഞ്ഞു. അപ്പൊ അവർക്ക് ഇങ്ങനത്തെ തറവാട്ടിന്ന് ബന്ധം വേണ്ടാന്ന്. നന്നായത്. നന്നായിന്നാ നിന്റെ കല്യാണം മുടങ്ങിട്ടാ? അല്ല പുണ്യേട്ടാ, അത് നമുക്ക് വിധിച്ചിട്ടില്ലേ. അതിനേക്കാൾ നല്ലത് കിട്ടും. അതിനു വേണ്ടിട്ടാ ഇത് മുടങ്ങിയത്. നല്ലത് ഇനി ഒന്നും വേണ്ട, ഒന്നും കിട്ടൂല. അവറ്റകളുടെ കരച്ചിൽ കേൾക്കുമ്പോ ഞാൻ ഓടി വരും. എന്റെ കരച്ചിൽ കേൾക്കാൻ ആരുമില്ല. ആ പുണ്യേട്ടനോട് ആരാ പറഞ്ഞേ? ആ പുണ്യേട്ടനൊന്ന് കരഞ്ഞു നോക്ക്. ഞാൻ അവിടുന്ന് ഓടി വരൂലോ. ശരിക്കും വരൂ പുണ്യേട്ടാ. എന്നാ ഞാൻ പാലെടുത്ത് നോക്കാം. നീ അമ്മയോട് സംസാരിച്ചിട്ടൊക്കെ വാട്ടാ. ഞാൻ അവിടെ നിന്നോളാം. ഇവിടെ നിൽക്കേ, അമ്മയെ കാണാൻ പോണില്ലേ? എന്തിനാ? അവിടെ നിന്നോളാം. വിളിക്കുന്നു. അവള് വിളിക്കുന്നേ ഉള്ളൂ. പോയിട്ടെ പോയിട്ടേ. എന്താടി പോ നമുക്ക്. നന്ദിനിയെ, നമുക്ക് പറമ്പിലേക്ക് പോയാലോ? പുല്ലുന്നാ വാ. ബാടി. കുഞ്ചിയമ്മയ്ക്ക് 5 മക്കളാണേ, 5-ാമൻ പഞ്ചാര കുഞ്ചുവാണേ. പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു, പഞ്ചാര കുഞ്ചുവെന്ന പേരു വന്നു. വെണ്ടയ്ക്ക, സവാള. അതെ, ഒരു കാര്യം ചെയ്തോ, നിനക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മുഴുവൻ എനിക്ക് മെസ്സേജ് ചെയ്തോ. ഞാൻ വരുമ്പോൾ അത് വാങ്ങിച്ചിട്ട് വരാം. കോൺഫറൻസ് പോകണം. അല്ല, പിന്നെ മീനും പച്ചക്കറിയൊക്കെ പറഞ്ഞു കേട്ടത് എല്ലാരും കൂടെ കൂടിയിട്ട് വെച്ചിട്ടുണ്ടാക്കല്ലേ അവിടെയാ? എന്റെ മരുമോൻ സർവേർ ഓഫീസിലാണ് ജോലി. അതെയാ? മരുമോനോട് ചോദിച്ചാൽ എല്ലാം മനസ്സിലാവും. ചേട്ടനെ പെട്ടെന്ന് ഓഫീസിലേക്ക് പോയി. എപ്പോ പോയി? കുറച്ചു മുന്നേ. എന്നോട് പറയാണ്ട് പോയാ? ഒരു പെട്ടെന്നൊരു കോള് വന്നേ. ഫോൺ നമ്പർ ഉണ്ടോ വിളിക്കാനായിട്ട്? അയ്യോ, മറന്നുപോയി. ആരാ? ഭാര്യയാണോ? അതെ, ഭാര്യയാണ്. നമ്പർ അറിയില്ല. അപ്പൊ അത് കട്ട് ചെയ്തു. അയ്യോ, ഒന്നുകൂടി വിളിച്ചോ. അയ്യോ, ചിലപ്പോ മീറ്റിങ്ങിലായിരിക്കും. അല്ല, അത് കുഴപ്പമില്ല. ഒരു കോൾ കൂടി ഞങ്ങള് ഒറ്റ കാര്യം ചോദിക്കാൻ. അല്ല, പെട്ടെന്ന് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് പോയതാണേ. റഹീമേ, അതെ. എടാ, നിന്റെ പരിചയത്തില് ഈ സർവേ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? അനന്തനല്ല, അനന്തൻ കുരുന്നൻ. അനന്തനല്ല, വേറെ ആരെങ്കിലും പരിചയമുണ്ടോ നിനക്ക്? റിട്ടയർഡ് ആയാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് നമുക്കൊന്ന് നേരിട്ട് സംസാരിക്കാനുള്ള ഒരു സൗകര്യം കിട്ടുമോ?
ഓക്കെ ഓക്കെ ആ എത്രയും പെട്ടെന്ന് ആ ശരി 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 ആയിക്കോട്ടെ ഓക്കെ ഓക്കെ കേട്ടോ ഓക്കെ ശരി ശരി